തന്നെ ഇന്ന് തന്നെ ഇൻഷാ അല്ലാ എൻ്റെ ഉമ്മച്ചിമാരെ പ്രത്യേകം മനസ്സിൽ കരുതുക. ഇൻഷാ അല്ലാ ഇന്ന് മഗ്രിബിന് മുമ്പ് 7 വട്ടം ഇൻഷാ അല്ലാ ഞാൻ സൂറത്തുൽ ഫാത്തിഹ ഓതും. നമ്മൾ നിസ്കാരത്തിൽ ഓതുന്നുണ്ട്, അതല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് 7 ഫാത്തിഹ ഞാൻ ഓതും. ആ 7 ഫാത്തിഹ ഞാൻ ഓതുന്നത്, അള്ളാഹുവെ ഞാൻ 7 ഫാത്തിഹ ഓതാൻ പോവുകയാണ്. ആ ഫാത്തിഹ ഓതുന്നത് നിനക്ക് വേണ്ടിയാണ് റബ്ബേ. അള്ളാഹുവെ എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട്, എനിക്കൊരുപാട് പ്രയാസങ്ങളുണ്ട്, എനിക്ക് എൻ്റെ കുടുംബത്തിനും ഒരുപാട് രോഗങ്ങളുണ്ട്, എനിക്കൊരുപാട് അസ്വസ്ഥതകളുണ്ട്, മാനസികമായ പിരിമുറുക്കമുണ്ട്, ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് കടങ്ങളുണ്ട്, അതുപോലെ എൻ്റെ മക്കളുടെ വിഷയം, എൻ്റെ ഭർത്താവിൻ്റെ വിഷയം, എൻ്റെ ഭാര്യയുടെ പ്രയാസം, എൻ്റെ കച്ചവടം, എൻ്റെ വീട്, അതുമായി എൻ്റെ തൊഴിൽ, അങ്ങനെ ആർക്കെല്ലാം എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ ആ പ്രയാസങ്ങളൊക്കെ മനസ്സിൽ കണ്ടിട്ട് 7 വട്ടം ഇൻഷാ അല്ലാ ഇന്നത്തെ മഗ്രിബിന് മുമ്പ് നമുക്കൊരു ഫാത്തിഹ 7 വട്ടം ഓതിയിട്ട് ദുആ ചെയ്യാൻ പറ്റുമോ എങ്കിൽ അല്ലാഹു തആല ഈ വിശുദ്ധമായ ഖുർആനിന്റെ മാതാവാകുന്ന ഈ സൂറത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് ഇൻഷാ അല്ലാ നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിത്തരും. ഇത് ഞാൻ എൻ്റെ വകയായിട്ട് പറയുന്നതല്ല, ഇതൊക്കെ തഫ്സീറിൽ ഉള്ളതാണ്.